നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാ ആളുകളും ഇഷ്റാം കാർഡ് എടുത്തതായിരുന്നു. അന്ന് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റും പറഞ്ഞ് കാർഡ് എടുത്തിരുന്നെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടായിട്ടിരുന്നില്ല. എങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അത് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാ ആളുകളും ഇഷ്റാം കാർഡ് എടുത്തത്. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു കാർഡായിട്ടായിരുന്നു അന്ന് എടുത്തിരുന്നത്. നമ്മുടെ എല്ലാ രേഖകൾ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മളെല്ലാവരും ആ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു വമ്പൻ ആനുകൂല്യം പ്രഖ്യാപിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. 18 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലുള്ള ആളുകൾക്കാണ് ഇത് ചേരാൻ അവസരമുള്ളത്. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ മാസം ചെറിയൊരു സംഖ്യ, അതായത് 100 രൂപയിൽ താഴെയുള്ള ചെറിയൊരു സംഖ്യ നമ്മൾ അടക്കുകയും നമ്മൾ അടക്കുന്നതിന് അനുപാതികമായി സർക്കാരും ഇതിലേക്ക് ആ പൈസ അടക്കും. അതിനുശേഷം ഒരു ക്ഷേമനിധി പോലെ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ലഭിക്കും. 60 വയസ്സാകുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആളുകൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിൽ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. തൊട്ടടുത്തുള്ള ഓൺലൈൻ സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോസ്റ്റ് ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. തീർച്ചയായും അതുപോലെ തന്നെ ഇഷ്റാം കാർഡ് കൈവശമുള്ളതായിരിക്കണം. ഇതുവരെയും ഇഷ്റാം കാർഡ് എടുക്കാത്ത ആളുകൾക്ക് ഇപ്പോഴും എടുക്കാനുള്ള അവസരം ഇപ്പോഴും വെബ്സൈറ്റിലുണ്ട്. ഇഷ്റാം കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അന്നെടുത്ത ഇഷ്റാം കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്റാം കാർഡ് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും അതിലുണ്ട്. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന, ഇതുവരെ ക്ഷേമനിധിയിൽ ചേരാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ചെറിയൊരു ഫീസ് കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യുകയും മാസം ചെറിയ സംഖ്യ 62 രൂപ 70 രൂപയൊക്കെയാണ് ഇതിലേക്ക് അടവായിട്ട് വരുന്നത്. വർഷത്തിലാണ് അടവ് വരുന്നത്. അങ്ങനെയുള്ള ചെറിയൊരു സംഖ്യ മാത്രം നമ്മൾ അടക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നോമിനിക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഒരു പദ്ധതി ഉള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിനെ കൂടുതൽ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.